ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. രവി ഇന്ന് സന്തോഷത്തിലാണല്ലോ. അതീവ സന്തോഷത്തോടെ പട്ടാള ക്യാമ്പിലേക്ക് കയറി വന്ന രവിയെ കണ്ട് മനോജ് ചോദിച്ചു. ഒടുവിൽ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പെർമിഷൻ കിട്ടി. ലീവ് ലെറ്റർ കയ്യിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് രവി എല്ലാവരോടുമായി പറഞ്ഞു. ആ, ചത്തു ജീവിച്ചു വന്നതല്ലേ, അതിൽ പിന്നെ നാട്ടിലേക്ക് പോകാൻ പറ്റിയില്ലല്ലോ. അല്ല, നിനക്ക് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോ? രവി പറഞ്ഞത് കേട്ട് സുരേഷ് ചോദിച്ചു. അതൊന്നും കുഴപ്പമില്ല, നാളെ ഫ്ലൈറ്റ് എടുക്കേണ്ടി വരും, രവി പറഞ്ഞു. 3.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകുവാണല്ലേ, ഇനി സന്തോഷം കാണാതിരിക്കുവോ? മനോജിന്റെ ചോദ്യത്തിന് രവി പറഞ്ഞ മറുപടി കേട്ട് ശിവൻ പറഞ്ഞു. രവി നാട്ടിൽ പോകാൻ സാബ് സമ്മതിച്ചോ? ഒന്നും പറയണ്ട മനോജേട്ടാ, ഒരു വിധത്തിൽ ഒപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ മതി. ആ മേജർ സാബ് കുറച്ചു മടിച്ചു, പിന്നെ മഹാദേവൻ സാർ പറഞ്ഞ് ശരിയാക്കി തന്നു, ഒപ്പം നാളത്തേക്കുള്ള ടിക്കറ്റും. അപ്പൊ കൊളന്തേ പാക്കർക്ക ഇവളോ സന്തോഷം? അവരുടെ കൂട്ടത്തിലുള്ള മുത്തുരാജ് തമിഴും മലയാളവും ഭാഷയും കലർത്തി ചോദിച്ചു. എന്റെ മുത്തുരാജന, ഒന്നാൽ മലയാളത്തിൽ പറ, ഇല്ലെങ്കിൽ തമിഴ് പറ, രണ്ടും തമ്മിൽ യോജിപ്പിച്ച് ഭാഷയെ കൊല്ലല്ലേ പ്ലീസ്, മനോജ് മുത്തുരാജിനോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് നിനക്ക് ഉറക്കമൊന്നും കാണില്ലല്ലോ, ശിവൻ ചോദിച്ചു. പിന്നെ ഉറങ്ങാനോ? ഇവിടെ നിന്ന് നാട്ടിൽ പോകുന്ന ഏതെങ്കിലും ഒരു പട്ടാളക്കാരൻ തലേ ദിവസം രാത്രി ഉറങ്ങിയ ചരിത്രമുണ്ടോ? അതിന് മറുപടി എല്ലാവർക്കും ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. നീ ഇതുവരെ മോളെ കണ്ടിട്ടില്ലല്ലേ? രവിയോടുള്ള മനോജിന്റെ ചോദ്യത്തിന് രവി മോളുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കുക മാത്രമാണ് ചെയ്തത്. നിന്റെ അവസ്ഥ മനസ്സിലാകും. ഇനി ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ മോളെ കാണുക മാത്രമല്ലല്ലോ, അവളെ എടുത്ത് കൊഞ്ചിക്കുക കൂടി ചെയ്യാലോ. ഇതും പറഞ്ഞ് മനോജ് രവിയുടെ തോളിൽ കൈവച്ചു. പിന്നെയും സംസാരം നീണ്ടുപോയി. പതിയെ എല്ലാവരും അവരവരുടെ കട്ടിലിൽ കിടന്നു. അപ്പോഴും താൻ ഇതുവരെ ഫോട്ടോയിൽ കൂടെ മാത്രം കണ്ട തന്റെ മോളുടെയും തന്റെ നല്ല പതിയായ ഭാര്യയുടെയും അച്ഛന്റെയും അമ്മയുടെയും കൂട്ടുകാരുടെയും ഓർമ്മകളുമായി കിടന്നു. പുലർച്ചെ എപ്പോഴോ ഒന്ന് മയങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ രവി ക്വാർട്ടേഴ്സിൽ നിന്നും ഇറങ്ങി. രവിയുടെ സുഹൃത്തുക്കളിൽ 2 പേർ അവന്റെ കൂടെ റെയിൽവേ സ്റ്റേഷൻ വരെ പോയി. രവി ട്രെയിനിൽ ഡൽഹിയിലേക്കും അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നാട്ടിലേക്കും കയറി. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഓർമ്മകൾ കുറച്ച് പുറകിലോട്ട് പോയി. നാടും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും രവിയുടെ ഓർമ്മയിലേക്കെത്തി. കൂട്ടത്തിൽ രവിയുടെ പ്രണയിനി ശരണ്യയും. പട്ടാളത്തിൽ നിന്നും 2ാമത്തെ തവണ ലീവിന് വന്നപ്പോൾ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്നാണ് ആദ്യമായി ശരണ്യയെ കാണുന്നത്. ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന തേവരുടെ ആറാട്ട് എതിരേൽപ്പിൽ താലപ്പൊലി എടുത്തവരുടെ കൂട്ടത്തിൽ ശരണ്യയും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സെറ്റും മുണ്ടും ഉടുത്ത് നെറ്റിയിൽ ചന്ദനപ്പുറയും ഒരു കുഞ്ഞു പൊട്ടും കുത്തി കഴുത്തിലൊരു മാലയും ഇട്ട് കയ്യിലെ കൈവളകളും ഇട്ട് താലം പിടിച്ച് നടന്നിരുന്ന അവളെ തന്നെ നോക്കി നിന്നു. കൂട്ടുകാരൻ സതീഷ് തോണ്ടി വിളിച്ചപ്പോഴാണ് സ്ഥലകാല ബോധമുണ്ടായത്. എന്താന്ന് അവൻ ചോദിച്ചതിന് മറുപടിയായി അവളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൾ ആരാണെന്ന്. അതിനവൻ അവളെ കുറിച്ച് പറഞ്ഞത് കേട്ടു നിന്നു. കുറെ നേരം അവളെ തന്നെ നോക്കി നിന്നപ്പോൾ അവളുടെ ഒരു കൂട്ടുകാരി അവളെ ഞാൻ നോക്കി നിൽക്കുന്നത് കാണിച്ചു കൊടുത്തതും അവൾ എന്നെ നോക്കി എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ചുമൽ കൊണ്ട് കാണിച്ചു. അവിടെ നിന്ന് മാറിയതും വല്ലപ്പോഴും മാത്രം തേവരെ കാണാൻ പോയിരുന്ന ഞാൻ പിന്നെ ശരണ്യെ കാണുക എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് സ്ഥിരമായി അമ്പലത്തിൽ പോയതും സ്ഥിരം കാണുന്നത് കൊണ്ട് തന്നെ അവൾ ഒരു പുഞ്ചിരി എനിക്ക് സമ്മാനിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞു പോയപ്പോൾ പുഞ്ചിരി പിന്നെ സംസാരത്തിലേക്കും കടന്നു. അമ്പലത്തിൽ വെച്ചും വഴിയിൽ വെച്ചും ആ സംസാരം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ലീവ് കഴിയാറായപ്പോൾ രണ്ടും കൽപ്പിച്ച് അമ്പലക്കുളത്തിന്റെ അരികിൽ വെച്ച് അവളോട് എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞുകൊണ്ട് അടുത്ത ലീവിന് വരുമ്പോൾ ഒരു താലി കെട്ടി കൂടെ കൂട്ടിക്കൊണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് തിരിച്ചു നടന്നു പോയതും തിരിച്ചു പോകുന്നതിന്റെ തലേ ദിവസം വന്ന് എന്റെ കവിളിൽ ഒരു കടി കടിച്ചു. അടുത്ത ലീവിന് വരുന്നത് വരെ എന്നെ മറക്കാതിരിക്കാനാണെന്ന് പറഞ്ഞു ഓടി മറഞ്ഞതും തിരിച്ചു പോരുമ്പോൾ ആരും കാണാതെ എന്നെ യാത്രയാക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു നിന്ന് കണ്ണു നിറച്ച പെണ്ണ്. അതിനുശേഷം കത്തുകളിൽ കൂടെയും സമയം കിട്ടുന്നത് പോലെ ഫോണിലൂടെയുമുള്ള സംസാരവും. അടുത്ത ലീവിന് ചെന്നപ്പോൾ തന്നെ അവളെ എനിക്ക് മുൻപിൽ കാണിച്ച അതേ തേവരുടെ മുന്നിൽ വെച്ച് തന്നെ താലി ചാർത്തി കൂടെ കൂട്ടിയതും അവളോടൊപ്പം ലീവ് തീരുന്നത് വരെ അവളുടെ വാശികൾക്കും കുറുമ്പുകൾക്കും കൂടെ നിന്നതും ലീവ് തീർന്ന് തിരിച്ചു പോരുമ്പോഴും കണ്ണു നിറച്ച് എന്റെ അടുത്ത വരവിന് കാത്തിരിക്കാൻ ഇവിടെ 2 പേരുണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു എന്റെ പെണ്ണ്. ഞാനൊരു അച്ഛനാകാൻ പോകുന്നത് അറിഞ്ഞ നിമിഷം തന്നെ തിരിച്ചു പോരേണ്ടി വന്നല്ലോ എന്ന വിഷമത്തിലാണ് അന്ന് വണ്ടി കയറിയത്. എന്റെ മോൾ വരുമ്പോഴേക്കും എന്റെ ശരണ്യയുടെ അടുത്ത് ഞാൻ വേണമെന്നുള്ള അവളുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ ലീവിന് അപേക്ഷിച്ചത്. അതും അനുവദിച്ചു കിട്ടിയപ്പോഴേക്കും അതിർത്തിയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ലീവ് ക്യാൻസൽ ചെയ്തു എന്നെയും കൂടെ അതിർത്തിയിലേക്ക് അയച്ചു. 2 ആഴ്ചയോളം അവിടെ അതിർത്തിയിൽ
ആഹാരവും വെള്ളവും ഇല്ലാതെ കുറച്ചു ദിവസം. അവിടെ നിന്നും കുറച്ചു ജവാന്മാർ ശത്രു രാജ്യത്തിന്റെ പിടിയിൽ അകപ്പെട്ടു. ആ കൂട്ടത്തിൽ ഞാനും. അവിടെ നരകയാതന 3 മാസത്തോളം അനുഭവിച്ചു. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെട്ടു. ദിശയറിയാതെ പലയിടത്തും കറങ്ങി. ഒടുവിൽ അവശനായി ഇന്ത്യൻ ആർമിയിൽ തന്നെ തിരിച്ചെത്തി. പിന്നെ ഇപ്പോൾ കാണുന്ന ഈ കോലത്തിലെത്താൻ പിന്നെയും മാസങ്ങൾ എടുത്തു. എന്റെ അഡ്രസ്സിൽ വന്ന ഫോട്ടോകളിൽ കൂടെയാണ് എനിക്ക് മോളുണ്ടായ കാര്യവും അവളുടെ വളർച്ചയും അറിഞ്ഞത് തന്നെ. അവളുടെ അമ്മയെ പോലെ തന്നെ. പിന്നെ എത്രയും പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് എത്തണമെന്ന്. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നത് മനസ്സ് പറയുന്നത് പോലെ. അതാണ് എല്ലാം ശരിക്കും ഭേദമാകുന്നതിന് മുൻപ് തന്നെ നാട്ടിലോട്ടുള്ള ഈ പോക്ക് തന്നെ. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ രവി കേരളത്തിൽ വന്നിറങ്ങി. എയർപോർട്ടിൽ നിന്നും വെളിയിലിറങ്ങി വീട്ടിലേക്ക് പോകുവാൻ ടാക്സി പിടിക്കാനായി ടാക്സി സ്റ്റാൻഡിലേക്ക് നടന്നു. അവിടെ നിന്നും ടാക്സി പിടിച്ച് 3.5 വർഷത്തിന് ശേഷം തിരിച്ചു സ്വന്തം വീട്ടിലേക്ക്. എല്ലാവർക്കും ഇത് എവിടെ പോയി? തന്റെ വീടിന്റെ മുന്നിൽ ഇറങ്ങിയപ്പോൾ ആരെയും അവിടെ കാണാനില്ലാത്തത് കൊണ്ട് രവി സ്വയം പറഞ്ഞു. ആരാ അത്? ഇത് ചോദിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ട് വന്നു. മോനെ രവി, നീ നീ ഇതെപ്പോൾ വന്നു? രവിയെ കണ്ട സന്തോഷത്തിൽ അടുത്ത വീട്ടിലെ രാഘവൻ മാഷ് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളൂ മാഷെ. അല്ല, ഇവിടെ ആരുമില്ലേ? കാണാനില്ലല്ലോ. മാഷിനെ കണ്ടുകൊണ്ട് രവി ചോദിച്ചു. മോനെ, അത് നീ പെട്ടെന്ന് തന്നെ ശരണിയുടെ വീട്ടിലേക്ക് ചെല്ല്. ഇനി അധികം താമസിക്കരുത്. മാഷി രവിയോട് പറഞ്ഞു. എന്താ മാഷെ, എന്ത് പറ്റി? മാഷിന്റെ വെപ്രാളത്തിലുള്ള പറച്ചിൽ കേട്ട് രവി ചോദിച്ചു. അതൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല, പെട്ടെന്ന് ചെല്ല്, ഞാനും വരാം. അതും പറഞ്ഞ് രവി വന്ന വണ്ടിയിൽ തന്നെ ശരണിയുടെ വീട്ടിലേക്ക് പോയി. മാഷെ, ഇനിയെങ്കിലും കാര്യം പറ, വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ, രവി ചോദിച്ചു. മോനെ, അത് നീ അവിടെ ചെല്ലുമ്പോൾ അറിഞ്ഞാ മതി. എടാ ഡ്രൈവറെ, ഒന്ന് പെട്ടെന്ന് വിട്. മാഷ് രവിയോട് പറഞ്ഞിട്ട് ഡ്രൈവറോട് ദേഷ്യപ്പെട്ടു. മാഷ് പറഞ്ഞ വഴിയിൽ കൂടെ കാർ ശരണിയുടെ വീടിന്റെ മുന്നിൽ വന്നു നിന്നു. അവിടെ ചെന്നിറങ്ങിയ രവി കാണുന്നത് വീടിന്റെ നടുമുറ്റത്തുള്ള പന്തലിൽ കല്യാണാവശ്യത്തിൽ തല കുനിഞ്ഞിരിക്കുന്ന ശരണ്യയാണ്. പന്തലിന്റെ അടുത്ത് ശരണ്യയുടെ വീട്ടുകാരും രവിയുടെ അച്ഛനും അമ്മയും. ആ കാഴ്ച കണ്ടതും രവി അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി. മണ്ഡപത്തിൽ ഇരിക്കുന്ന ചെറുക്കന്റെ കൈകളിലേക്ക് അച്ഛൻ താലി എടുത്തു കൊടുത്തതും താലി കെട്ടരുത് എന്ന് മാഷ് വിളിച്ചു പറഞ്ഞതും ചുറ്റും കൂടി നിന്നവരും ചെറുക്കനും ശരണ്യയുടെ അച്ഛനും അമ്മയും അടക്കം എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ പട്ടാള വേഷത്തിൽ നിൽക്കുന്ന രവിയെ കണ്ടതും എല്ലാവരും ഒരു നിമിഷം നിശ്ചലനായി നിന്നു. മോനെ രവി! കണ്ണിൽ കണ്ടത് വിശ്വസിക്കാനാവാതെ രവിയുടെ അച്ഛനും അമ്മയും വിളിച്ചു. അത് കേട്ട് തല ഉയർത്തി ഒന്ന് നോക്കി ശരണ്യ പെട്ടെന്ന് തന്നെ ബോധരഹിതയായി താഴേക്ക് വീണു. അപ്പോഴേക്കും ശരണ്യയുടെ വായിൽ നിന്നും നുരയും പതയും വരാൻ തുടങ്ങിയിരുന്നു. അപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ രവി അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് തന്നെ ശരണ്യയെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഐസിയുവിന്റെ വാതിൽക്കൽ എല്ലാവരും വാതിൽ തുറക്കുന്നതും നോക്കി അക്ഷമയോടെ കാത്തിരുന്നു. രവി ഒരു മൂലയിലേക്ക് മാറി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇരുന്നു. കൂട്ടത്തിൽ രവിയുടെ അച്ഛനും അമ്മയും. ഐസിയുവിന്റെ വാതിൽക്കൽ ശരണ്യയുടെ അച്ഛനും അമ്മയും അവളെ കെട്ടാൻ വന്ന ചെറുക്കനും വീട്ടുകാരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയില്ലായിരുന്നു. മരിച്ചു എന്ന് വിശ്വസിച്ചിരുന്ന മകൻ വന്ന സന്തോഷം രവിയുടെ അച്ഛനും അമ്മയിലും ഉണ്ടായിരുന്നു. എങ്കിലും അവന്റെ ഭാര്യയെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി ഒരുക്കിയല്ലോ എന്നൊരു വിഷമം അവരുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞതും ഡോക്ടർ ഐസിയുവിന് പുറത്തേക്ക് വന്നു. ഡോക്ടർ, എന്റെ മോൾ. ഡോക്ടറെ കണ്ട ഉടനെ ശരണ്യയുടെ അച്ഛൻ ചോദിച്ചു. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് പറയാം. ഹെവി ഡോസിലുള്ള വിഷമാണ് പേഷ്യന്റിന്റെ ബോഡിയിൽ ചെന്നിരിക്കുന്നത്. വോമിറ്റ് ചെയ്തതുകൊണ്ടാണ് വലിയ അപകടമില്ലാതിരുന്നത്. എന്തായാലും ബോധം തെളിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ബാക്കി പറയാം. ഡോക്ടർ ഇത്രയും പറഞ്ഞ് വീണ്ടും ഐസിയുവിലേക്ക് കയറിപ്പോയി. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡോക്ടർ പെട്ടെന്ന് ഐസിയുവിന്റെ വാതിൽ തുറന്നുകൊണ്ട്, പേഷ്യന്റിന് ബോധം വന്നിട്ടുണ്ട്, പേടിക്കാനൊന്നുമില്ല. പിന്നെ ആരാണ് രവി? പേഷ്യന്റിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മോനെ, അവളെ ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണ് ഇന്ന് കല്യാണത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് മോന്. രവിയുടെ അമ്മ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ രവി ഐസിയു ലക്ഷ്യമാക്കി നടന്നിരുന്നു. ഐസിയുവിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴേ രവി കണ്ടു അവശയായി കിടക്കുന്ന ശരണ്യയെ. രവി ശരണ്യയുടെ അടുത്ത് ചെന്നിരുന്നു. പതിയെ അവളുടെ കയ്യിൽ പിടിച്ചു. അപ്പോഴേക്കും അവൾ വളരെ പ്രയാസപ്പെട്ട് കണ്ണുകൾ പതിയെ തുറന്നു. രവിയേട്ട, സോറി, ഞാൻ എനിക്ക് വേറെ വഴിയില്ല ഇരുന്നു. നമ്മുടെ മോൾ. ശരണ്യ വിക്കി വിക്കി പറഞ്ഞു തുടങ്ങി. ഒപ്പം അവളുടെ കണ്ണുകളും നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്നു. ഒന്നുമില്ലടാ, നിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങനെ കണ്ടപ്പോൾ. രവിയും കരച്ചിലടക്കി പറഞ്ഞു. ഏട്ടാ, നമ്മുടെ മോളെ അവർ അച്ഛനും അയാളും ചേർന്ന് വേഗം ചെല്ല് പ്ലീസ് ഏട്ടാ. എന്താ മോളെ, നമ്മുടെ മോളെന്തേ? രവി ചോദിച്ചു. അച്ഛ
രവി, എന്തായാലും പേഷ്യന്റിനെ അച്ഛനോട് ചോദിക്കൂ. പേഷ്യന്റിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിക്കണ്ട. ശരി ഡോക്ടർ, മോളുടെ കാര്യം ഞാൻ ഇനി നോക്കിക്കോളാം മോളെ. ഡോക്ടറോടും ശരണ്യയോടും ഇതും പറഞ്ഞ് ശരണ്യെ ഒന്നുകൂടെ നോക്കിയിട്ട് രവി വേഗം പുറത്തേക്ക് ഇറങ്ങി. അച്ഛാ, എന്റെ മോളെവിടെ? ഐസിയുവിൽ നിന്ന് ഇറങ്ങിയ പാടെ രവി ശരണ്യയുടെ അച്ഛനോട് ചോദിച്ചു. മോനെ, നീ അച്ഛനോട് ക്ഷമിക്കണം. മോൻ മരിച്ചെന്ന് കരുതി എന്റെ മോളുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. എത്രയൊക്കെ ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടും മോൻ തിരിച്ചു വരും, അതുവരെയും അവൾ കാത്തിരിക്കും. ഇനി വന്നില്ലെങ്കിൽ മോന്റെ വിധവയായി ഇനിയുള്ള കാലം അവൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മോളെ സ്നേഹിക്കുന്ന ഒരച്ഛൻ എന്ന നിലയിൽ ഞാനൊരു സ്വാർത്ഥനായി പോയി. മോളെ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി നിർത്തി. അവളുടെ കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ഇനി കുഞ്ഞിനെ കാണാൻ പറ്റൂ എന്ന് തീർത്തു പറഞ്ഞപ്പോഴാ ഈ കല്യാണത്തിന് അവൾ സമ്മതിച്ചത്. പക്ഷെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഓർത്തില്ല മോനെ. ഈ പാപിയായ അച്ഛനോട് ക്ഷമിക്കൂ. അതും പറഞ്ഞ് ശരണ്യയുടെ അച്ഛൻ രവിയുടെ കാലിലേക്ക് വീണു. പെട്ടെന്ന് തന്നെ രവി അച്ഛനെ ഉയർത്തി എഴുന്നേൽപ്പിച്ചു. എന്റെ മോളെവിടെ? രവി അച്ഛനോട് വീണ്ടും അല്പം ശബ്ദം ഉയർത്തി തന്നെ ചോദിച്ചു. സുമേ, രവി വീണ്ടും വിളിച്ചതും ശരണ്യയുടെ അച്ഛൻ പെട്ടെന്ന് പേടിച്ച് പുറകിലേക്ക് നോക്കി വിളിച്ചതും പ്രായമായ ഒരു സ്ത്രീയുടെ കയ്യിൽ തൂങ്ങി ഒരു കൊച്ചു സുന്ദരി രവിയുടെ അടുത്തേക്ക് വന്നു. രവിയെ കണ്ടതും അച്ഛാന്ന് വിളിച്ചുകൊണ്ട് ആ കുരുന്ന് രവിയുടെ അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ടതും അത്ഭുതത്തോടൊപ്പം തന്നെ രണ്ട് കൈ നീട്ടി ആ കൊച്ചു സുന്ദരിയെ എടുത്തുയർത്തി ഉമ്മകൾ കൊണ്ട് മൂടി. മോൾക്ക് എങ്ങനെ മനസ്സിലായി ഞാനാ മോളുടെ അച്ഛനെന്ന്? രവി മോളോട് ചോദിച്ചു. അത് അമ്മ പറഞ്ഞല്ലോ, അച്ഛ വരുമ്പോ പട്ടാള ഉടുപ്പിലാ വരുന്നേന്ന്. പിന്നെ അച്ഛയെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെ? അമ്മയുടെ ഫോണില്. അപ്പൊ അമ്മ പറഞ്ഞല്ലോ മോടെ അച്ഛ ഇതാന്ന്. രവിയെ തൊട്ടുകൊണ്ട് ആ കൊച്ചു സുന്ദരി പറഞ്ഞു. അവരുടെ സംസാരം കണ്ടു കേട്ടും നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മോനെ, നിന്നോട് എന്ത് പറയണം എന്നറിയില്ല. എന്റെ ബുദ്ധിശൂന്യത കൊണ്ട് എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചു പോയതാ. എന്നോട് മോൻ ക്ഷമിക്കണം. ശരണ്യയുടെ അച്ഛൻ ശരണ്യയെ കെട്ടാൻ വന്ന മനോജിനോട് പറഞ്ഞു. നിങ്ങളോട് ഞാൻ 1000 പ്രാവശ്യം ചോദിച്ചതല്ലേ ശരണ്യക്ക് ഈ വിവാഹത്തിന് സമ്മതമാണോന്ന്? അപ്പോഴല്ല നിങ്ങൾ. മനോജ് അല്പം ശബ്ദമുയർത്തി. പെട്ടെന്ന് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് കണ്ടതും ശരണ്യയുടെ അച്ഛന്റെ അടുത്ത് കുറച്ചുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. ഇതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടും നിങ്ങൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുള്ളത് കൊണ്ടും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദേഷ്യത്തോടെ ഇത്രയും പറഞ്ഞ് മനോജ് നേരെ രവിയുടെ അടുത്തേക്ക് ചെന്നു. രവി, ഈ കല്യാണം ആലോചിച്ച ശേഷം ഞാൻ ശരണ്യെ കാണാൻ ചെന്നപ്പോൾ തന്നെ അവൾ പറഞ്ഞതാ അവൾക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ പറ്റില്ലെന്ന്. പക്ഷെ കുറച്ചു ദിവസം മുൻപ് ഈ നിൽക്കുന്നയാൾ വിളിച്ചു പറഞ്ഞത് കേട്ടാണ് ഈ വിദ്വേഷം കെട്ടി ഞാൻ ഇവിടെ വന്നത്. അതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു നാടകമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ ഭാഗ്യവാനാണ്. അതാണല്ലോ കൃത്യസമയത്ത് വന്നതും ഈ കല്യാണം നടത്താഞ്ഞതും ശരണ്യെ ഒരു കുഴപ്പവും കൂടാതെ തിരിച്ചു കിട്ടിയതും ഒരിക്കൽ കൂടെ ഞാൻ മാഫി ചോദിക്കുന്നു. ഇത്രയും പറഞ്ഞ് മനോജ് ദേഷ്യത്തോടെ തന്നെ ശരണ്യയുടെ അച്ഛനെ ഒന്ന് നോക്കി കൂടെ വന്ന ആളുകളുടെ കൂടെ തിരിച്ചുപോയി. സ്വന്തം മകളുടെ മനസ്സ് കാണാതെ നിങ്ങൾ ഒരു അച്ഛനാണോ? ഞാനും പല തവണ പറഞ്ഞതല്ലേ ഈ കല്യാണം വേണ്ടാന്ന്. എന്നിട്ടും നിങ്ങൾ എന്നെ കൂടെ ഈ ചതിക്ക് കൂട്ടു നിർത്തിയല്ലോ. ഇതിന് ഭേദം ഞങ്ങൾക്ക് കുറച്ച് വിഷം മേടിച്ച് തന്നു കൊല്ലാൻ മേലായിരുന്നോ? ഇതും പറഞ്ഞ് ശരണ്യയുടെ അമ്മ അച്ഛനോട് ചോദിച്ചു. അമ്മ, എന്തൊക്കെയായി പറയുന്നത്? രവി അമ്മയോട് ചോദിച്ചു. നീ അറിയണം മോനെ എല്ലാം. ഇങ്ങേര് ഒരു ചതിയനാ. ഇനി ചിലപ്പോൾ കാശിന് വേണ്ടി എന്റെ മോളെ പോലും ഇയാൾ വിൽക്കാൻ മടിക്കില്ല. സുഭദ്രേ, ശരണ്യയുടെ അച്ഛൻ വിളിച്ചു. അമ്മേ. അതേ മോനെ, ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയവനില്ലേ, അവൻ അത്രയും വലിയ മഹാനൊന്നുമല്ല. നിങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി വീട് പണയപ്പെടുത്തി കാശ് മേടിച്ചിരുന്നു. അതും ആ മനോജിന്റെ കയ്യിൽ നിന്നും. എന്നിട്ടും മേടിച്ച കാശ് തിരിച്ചടയ്ക്കാതെ വന്നതോടെ വീട്ടിൽ നിന്നും ഇറങ്ങി കൊടുക്കണമെന്ന് പറയാൻ അവൻ വന്നിരുന്നു. അപ്പോഴാണ് അവൻ നിങ്ങളുടെ കാര്യമെല്ലാം അറിയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു ഒന്നേൽ കാശ് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അതിനു പകരം മോളെ അവന് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അതിനൊരു നാടകം കളിച്ചിയാൽ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല മോനെ. ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശരണ്യയുടെ അമ്മ അവിടെ ഇരുന്നു. മോനെ, എനിക്ക് നിങ്ങളെ ഞാൻ ഇതുവരെ അച്ഛാന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആ ബഹുമാനവും ഇതുവരെ ഞാൻ തന്നിട്ടുള്ളൂ. ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ചിലപ്പോൾ അതൊക്കെ മറക്കും. രവി ഇത് പറഞ്ഞതും ഒന്നും മിണ്ടാതെ ശരണ്യയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് നടന്നു. കുറച്ചു കഴിഞ്ഞതും ശരണ്യയെ ഐസിയുവിൽ നിന്നും റൂമിലേക്ക് മാറ്റി. രവിയും കുഞ്ഞും ശരണ്യയുടെ അമ്മയും രവിയുടെ അച്ഛനും അമ്മയും ശരണ്യയുടെ അടുത്ത് വന്ന് കുറച്ചു നേരം ഇരുന്നതിന് ശേഷം ശരണ്യയ്ക്കും രവിക്കും സംസാരിക്കാൻ വേണ്ടി എല്ലാവരും മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി. കുഞ്ഞിനെ കൂടെ അവർ വിളിച്ചെങ്കിലും രവിയുടെ കൈവിട്ടവൾ പോയില്ല. മോളെ, നീ എന്ത് അവിവേകമായി കാണിച്ചേ? എല്ലാവരും ഇറങ്ങിയപ്പോൾ രവി ചോദിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു?
ഏട്ടൻ ജീവിച്ചിരിക്കുമ്പോൾ ഏട്ടൻ കെട്ടിയ ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുമ്പോൾ ഞാൻ ആ വൃത്തികെട്ടവന് താലി കെട്ടാൻ കഴുത്ത് നീട്ടി കൊടുക്കണമായിരുന്നോ? ഞാൻ ഇപ്പോൾ ചെയ്തത് കുറച്ചുകൂടെ നേരത്തെ ചെയ്തേനെ. പക്ഷെ എനിക്ക് മോളെ ഒന്നുകൂടെ കാണണമെന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ അച്ഛനെയും അയാളെയും തോൽപ്പിച്ചു പോകണമെന്നുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാ. ഇതും പറഞ്ഞ് ശരണ്യ വീണ്ടും കരയാൻ തുടങ്ങി. എന്താടാ ഇത്? നിനക്ക് വല്ലതും പറ്റിയിരുന്നേൽ എനിക്കും നമ്മുടെ മോൾക്കും നീ ഇല്ലാതെ എങ്ങനെയാ? രവി ശരണ്യയെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. അപ്പോഴെനിക്ക് വേറൊന്നും തോന്നിയില്ല ഏട്ടാ. അവരെല്ലാം ഏട്ടൻ ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഏട്ടൻ എനിക്ക് വേണ്ടി തിരിച്ചു വരുമെന്ന്. എന്നാലും എനിക്കപ്പോൾ വാക്കുകൾ പലതും മുഴുവിപ്പിക്കാൻ കഴിയാതെ പോലെ ശരണ്യ പറഞ്ഞു നിർത്തി. ഇനിയും എന്നെ വിട്ട് പോകല ഏട്ടാ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ശരണ്യ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. ഇല്ല, ഇനിയും നിന്നെയും മോളെയും ഇവിടെ വിട്ടിട്ട് ഞാൻ പോകൂല. നിങ്ങളെയും കൂടെ കൊണ്ടുപോകും. ഇതും പറഞ്ഞ് രവി മോളെയും ശരണ്യയും ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ഇനി എന്തു വന്നാലും കൂടെ തന്നെ കാണുമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് കഥ ഇവിടെ അവസാനിച്ചു. ഇനി അവരുടെ ജീവിതം മാത്രം.